വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമുക്കിന്നേ ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ മാമ്പഴത്തിൻ്റെയൊക്കെ സീസണാണ്. ഒരുപാട് മാമ്പഴമൊക്കെ നമുക്ക് ഇപ്പോഴൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. നമുക്കിന്ന് ഒരുപാട് മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ വീട്ടിൽ തന്നെ മാവുണ്ട്. അപ്പം എല്ലാ ദിവസവും രാവിലെ ഒരു കൊട്ട നിറയെ മാമ്പഴം കിട്ടും. വെറുതെ ഈ മാമ്പഴം എല്ലാം പോവാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ. ആദ്യം നമ്മളൊരു ചട്ടി, മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ചട്ടി നമ്മൾ ഗ്യാസിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് നമ്മളൊരു 5 മാങ്ങ മാത്രം ഇട്ടിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 5 മാങ്ങ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പേ വെച്ചു. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 2-3 പച്ചമുളക് നടുവേ കീറി നമ്മൾ അതിലേക്കിട്ടു. ഒരു ചെറിയ കഷ്ണം ശർക്കര, നമ്മളത് പൊടിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ആ കട്ടയോടെ തന്നെ അതിനകത്തേക്ക് ഇടുവാണേ. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എരിവിന് വേണ്ടി നമ്മളൊരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ഊരി നല്ല വൃത്തിയാക്കി നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ച് ഈ മാങ്ങാപ്പഴം ഈ ശർക്കരയുടെ നമ്മളൊരു കഷ്ണവും നമ്മുടെ എരിവിന് വേണ്ടിയുള്ള മുളക് പൊടിയും പിന്നെ നമ്മളെ പച്ചമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം നമുക്ക്. അപ്പോൾ നമുക്കിനി അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമ്മളൊരു 5-10 മിനിറ്റ് നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് നമുക്കിത് വെന്ത് നല്ല ഉടഞ്ഞു കിട്ടും. ആ സമയത്ത് നമുക്ക് ഒരു 1/2 മുറി തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല ജീരകം, ഒരു സ്പൂൺ നല്ല ജീരകവും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മാമ്പഴം നന്നായിട്ട് വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഇനി നമുക്കിതിലേക്ക് ശരിക്കും നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇത് തേങ്ങായും മഞ്ഞൾപ്പൊടിയും നമ്മുടെ നല്ല ജീരകം, അത് വെള്ളമൊക്കെ തിളപ്പിക്കാൻ നല്ല ജീരകമാണ്, ചെറിയ ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണേ. മാങ്ങ നന്നായിട്ട് നല്ല ഒരു മാങ്ങയുടെ ഒരു ഫ്ലഷൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമ്മൾ ഈ അരപ്പിട്ട് കൊടുക്കേണ്ടത്. ഈ അരപ്പും കൂടി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഇനി നമ്മുടെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിതിനകത്ത് കുറച്ച് താളിച്ചൊഴിക്കണം. അതായത് കുറച്ച് കടുകൊക്കെ വറുത്ത് നമ്മൾ ഇതിനകത്ത് താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2-3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഇത് നന്നായിട്ട് അരപ്പും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഇതിലേക്ക് താളിച്ചൊഴിക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. നമ്മുടെ ഈ അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി നല്ല സെറ്റായിട്ട് മാങ്ങ അതിനകത്ത് കിടന്നെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വന്ന് കഴിയുമ്പം നമ്മൾ നല്ല തൈരുണ്ടല്ലോ, ആ തൈരും കൂടെ നമ്മൾ ഇതിലേക്ക് നമ്മളിപ്പോൾ 1.5 ഗ്ലാസ് തൈരാണ് ഒഴിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്തേരം പുളിയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളയ്ക്കാനായിട്ട് പാടില്ലേ. ജസ്റ്റ് അപ്പോൾ തന്നെ നമുക്ക് ചൂടോടെ തന്നെ നമുക്കത് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഏറ്റവും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുളിയും നമ്മുടെ മധുരവും നമ്മുടെ ചെറിയൊരു എരിവും എല്ലാം കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുമേ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നമ്മൾ കടുക് വറുത്ത് താളിച്ചൊഴിക്കുന്ന സ്റ്റെപ്പും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇനി അധികം ചെറുതായിട്ടൊന്ന് ചൂടായി മാത്രം മതി. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തു.
ഇനി നമ്മൾ അതിലേക്ക് എണ്ണയിൽ നിന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതിലേക്ക് 1 സ്പൂൺ കടുക് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉലുവ, 1 സ്പൂൺ തന്നെ ഉലുവയും കൂടെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചിരുന്ന പോലെ കുറച്ച് ഉലുവയും കൂടെ നമ്മളിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന 2-3 വറ്റൽമുളക് നന്നായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ വറ്റൽമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ നമ്മുടെ ആ ഒരു എരിവൊക്കെ നമ്മുടെ ആ എണ്ണയിലേക്ക് ശരിക്കും ഇറങ്ങി വരും. പിന്നെ നമ്മൾ കുറച്ചെടുത്ത് വെച്ചിരുന്ന കറിവേപ്പില, അപ്പോൾ ഈ കറിവേപ്പിലയും വറ്റൽമുളകും നമ്മുടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം ഇതും കൂടെ നമ്മൾ നമ്മുടെ വാങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ വേണ്ട നമ്മുടെ ഇതെല്ലാം നല്ല കറിവേപ്പിലേക്ക് നല്ല മുരുമുരാന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടെ ആ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നല്ല മധുരമുള്ള മാങ്ങയും അതുപോലെ തന്നെ ആ ഒരു മുളക് പൊടിയും പച്ചമുളകിൻ്റെയും ഈ വറ്റൽമുളകിൻ്റെയൊക്കെ എരിവും, അതുപോലെ നമ്മൾ ശർക്കര വീണ്ടും ഇട്ട് കൊടുത്തായിരുന്നു. നമ്മുടെ ഈ മാങ്ങയ്ക്ക് ചെറിയൊരു പുളിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തത്. അപ്പോൾ ശർക്കരയും എല്ലാം കൂടെ, പിന്നെ തൈരിൻ്റെ ഒരു പുളിയും എല്ലാം കൂടെ നല്ല മിക്സാക്കി നല്ല സൂപ്പർ ഒരു 10 മിനിറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉള്ള സീസണാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.